നമ്മളെ ആദ്യവയസിന്റെ മുന്നത്തെ അവസ്ഥയാണിത്. ബുൾഡോസറാണിത്. എന്താണ് റബ്ബേ ചെയ്യുക? ഓരോരുത്തർ സലാമത്തായി പോവാണ്. ആ ബുക്കായും ടീമാണ്. അബുക്കായും ടീമും പിന്നെ എവിടോ കുടുങ്ങി കിടക്കുകയായിരുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ട് പോവുക. എന്താണ് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ ആണ് അവസ്ഥ. ലൈന് പൊട്ടി, പോസ്റ്റൊക്കെ വെള്ളത്തിലാണ്. ആളുകൾ, കണ്ടമാന ആളുകളുണ്ട്. ഓരോരുത്തരെ രക്ഷപ്പെട്ട് കൊണ്ടുപോകുന്ന രംഗാണത്. ഇത് ചൂരൽമല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ്. ഇത് സിദ്ദിഖിന്റെ പിന്നെ കസേരയൊക്കെ ആണെന്നാ തോന്നുന്നത്. അവിടെ കണ്ടില്ല, ഇതാ ലൈന് കണ്ടോ? നമ്മൾ മെയിൻ ലൈനാണ്. പോസ്റ്റ് ലൈന് ഇതാ മണ്ണിൻ്റെ അടിയില്ല, നമ്മളെ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ്. ചുരമല പാലാണ് ഈ കാണുന്നത്. നമ്മളെ അലിയ കുഞ്ഞമ്മക്കാൻ്റെ അപ്പോൾ എൻ്റെ മുന്നത്തെ അവസ്ഥ. നോക്കണം നമുക്ക്. ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ. റോഡ് JCB വെച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താനുള്ള. ചൂരമ്പല അങ്ങാടിയിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. പല ടെറസിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുള്ളത്. ഇപ്പോഴും ഈ യഥാർത്ഥ ദുരന്തഭൂമിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പോഴും ആളുകൾ ചൂരൽമലയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ആ പ്രദേശത്ത് എന്താണ് സംഭവിച്ചത്, യഥാർത്ഥ ദുരന്തമുഖത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്ത സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പുറത്തുനിന്ന് വന്ന് ഇപ്പോൾ NDRFിൻ്റെ സംഘമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. NDRFിൻ്റെ ഒരു ടീമും കൂടെ എത്തിയിരിക്കുന്നു. അവരാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ പുഴ കടന്നു പോവുക എന്നുള്ള വെല്ലുവിളിയാണ്. MLA ആണ് അവരെയും കൊണ്ട് പോകുന്നത്. പക്ഷേ എങ്ങനെ പുഴ കടന്നു പോകുമെന്നറിയില്ല. ഒരു ടെമ്പററി പാലം പണിയേണ്ട ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെച്ചത്. അല്ലാതെ ഈ ദുരന്തമുഖത്തേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയില്ല. തൽക്കാലം NDRFിൻ്റെ സംഘത്തെയെങ്കിലും അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വെല്ലുവിളി. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴും ഈ ചൂരൽമല ടൗണിൽ എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നതാണ് ഈ പ്രദേശത്തെ ഏറ്റവും ഇപ്പോഴത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ചൂരൽമലയിൽ എല്ലാവരും നിൽക്കുന്നു. മുണ്ടക്കൈയിൽ യഥാർത്ഥത്തിൽ ഉരുള് പൊട്ടിയ സ്ഥലം ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങോട്ട് പോകാൻ ഉള്ള ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ് ഈ സമയത്തും നേരിടുന്ന വെല്ലുവിളി. പുലർച്ചെ 1 മണിയോടെയാണ് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായത് എന്നാണ് വിവരം. ഇന്നലെ തന്നെ വലിയ രീതിയിൽ മഴ. ഇന്നലെ രാവിലെ 8 മണി വരെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്ത കള്ളാടി ഈ പ്രദേശത്തിന് അടുത്താണ്. അതിനുശേഷം ഇന്നലെ പകലും ശക്തമായ മഴയാണ് പെയ്തത്. എന്താണെങ്കിലും അത് രാത്രി 1 മണിയോടെ വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുകയായിരുന്നു. എത്ര തവണ ഉരുൾപൊട്ടി എന്ന് പോലും വ്യക്തമല്ല. കാരണം അവിടെ നിന്നുള്ള വിവരങ്ങൾ ഈ സമയത്തും ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ട്. ഇപ്പോൾ NDRF സംഘം അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. എന്താണ് ഈ പ്രദേശത്ത് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ആ പ്രദേശത്ത് ദുരന്തമുഖത്ത് എന്താണ് ഉണ്ടായിരിക്കുന്നു. വയനാട് മുണ്ടക്കൈ ഭാഗത്താണ് നാട്ടുകാരെല്ലാവരും ഭീതിപ്പെടുത്തിക്കൊണ്ട് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ ഈ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പോയതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു നിജസ്ഥിതി ആർക്കും പറയാൻ കഴിയുന്നില്ല. നിരവധി ആൾക്കാർ ഒറ്റപ്പെട്ട്
പ്രയാസപ്പെട്ട് ഈ പാലത്തിനപ്പുറത്ത് ഉരുൾപൊട്ടലാണെങ്കിൽ തുടർച്ചയായിട്ട് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വെളിച്ചവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള പ്രയാസമുണ്ട്. ഏതായാലും എല്ലാ സംവിധാനങ്ങളോട് എത്തിയിട്ടുണ്ട്. NDRF എത്തിയിട്ടുണ്ട്, മറ്റുള്ളവർ എത്തിയിട്ടുണ്ട്. ജനങ്ങളാകെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സൈന്യത്തിൻ്റെ സഹായം തേടാനുള്ള എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതൊക്കെ വേണമെന്നുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റൊക്കെ ബന്ധപ്പെട്ട് അവർ കൂടി ചർച്ച ചെയ്ത് അറിയിക്കേണ്ടതാണ്. കൃത്യമായൊരു വിവരം പറയാത്തതുകൊണ്ട് ഒരു പ്രയാസം ഞങ്ങൾക്കും ഉണ്ട് അങ്ങോട്ട് വിവരം കൊടുക്കുന്നതിലുള്ള. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ജില്ലയിലെ മന്ത്രി എന്ന നിലക്ക് ഗവൺമെൻറ് മിനിസ്റ്ററുമായിട്ടും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. മുൻ MLA CK ശശീന്ദ്രനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് ഈ അവിടുത്തെ സാഹചര്യം എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അതാണ് ഇപ്പോഴും പറയുന്നത്. കാരണം എന്താണ് ദുരന്തമുഖത്ത് സംഭവിച്ചത്, അവിടെ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നറിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കമൽ, NDRF സംഘം അവിടെ എത്തിയിട്ടുണ്ട് എന്നറിയുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആവശ്യം. 3 പേരെ കാണാതായതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ രക്ഷാപ്രവർത്തനം ഒപ്പം തന്നെ ഇവരെ ആ പ്രദേശത്തുള്ളവരെ മാറ്റി പാർപ്പിക്കുക എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് അവിടെ ഏറ്റവും അനിവാര്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യം. കാരണം രാത്രി 1 മണിയോടെ ഉണ്ടായ ഉരുൾപൊട്ടൽ, അതിനുശേഷം വീണ്ടും ഭീതിപ്പെടുത്തി 4 മണിക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായി. വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാഹചര്യം മുന്നിൽ കാണണം. അതുകൊണ്ട് രക്ഷാപ്രവർത്തകർ ഒപ്പം തന്നെ ചെയ്യേണ്ടത് നിലവിൽ അവിടെ എല്ലാവരെയും ആ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിലെ രക്ഷാപ്രവർത്തനം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത് കമൽ? ഉമൈബാൻ, ഈ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ദുരന്ത ഭൂമിയിലേക്കുള്ള ഒരു ആക്സസ് ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. അതിന് 2 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച പാലം തകർന്നിരിക്കുന്നു. ഒരാൾക്ക് പോലും നിലവിൽ ആ സ്ഥലത്തേക്ക്, യഥാർത്ഥത്തിൽ ദുരന്തം സംഭവിച്ച ഒരു പോയിന്റിലേക്ക് എത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്തെയും സാഹചര്യം. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോഴൊരു NDRFൻ്റെ മറ്റൊരു സംഘം ഏതെങ്കിലും രീതിയിൽ പുഴ കടക്കാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ അവർക്കും എവിടം വരെ എത്താൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും അല്പസമയത്തിനകം വെളിച്ചം വരുന്നതോടുകൂടി തന്നെ കുറച്ചെങ്കിലും വിവരങ്ങൾ ലഭിക്കും. എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടൊരു ആക്സസ് കിട്ടും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുക. നമ്മളൊക്കെ ഇപ്പോഴും നിൽക്കുന്നത് 2 കിലോമീറ്റർ ഇപ്പുറത്ത്, ദുരന്തഭൂമിയിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്ത് ഈ ചൂരൽമല എന്ന സ്ഥലത്താണ്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിലേക്ക് ആർക്കും തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമാകുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.